എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 21 അധ്യായം 20 വാക്യം. അവൻ്റെ സ്വന്തം കണ്ണ് അവൻ്റെ നാശം കാണട്ടെ, അവൻ തന്നെ സർവശക്തന്റെ ക്രോധം കുടിക്കട്ടെ എന്ന പദമാണ്. ഈ വാക്യവും ഓർമ്മപ്പെടുത്തുന്നത് നാം തന്നെ നമ്മുടെ നാശം കാണത്തക്ക തലത്തിലേക്ക് നാം കടന്നു വരുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. നാം പലപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, നാം അനുഭവിക്കേണ്ട നന്മകൾ, നമ്മുടെ കൈകളിൽ എത്തിച്ചേരേണ്ട ചില നന്മകൾ മറ്റുള്ളവരുടെ കൈകളിലേക്ക് കടന്നു പോവുകയും അതിൽ അവരാനന്ദിക്കുമ്പോൾ നാം അത് കണ്ട് ദുഃഖിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും കേൾക്കാറുള്ള ഒരു പദങ്ങളാണ്. ഇവിടെയും ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. നാം തിന്മയും അനീതിയും അകൃത്യവും പ്രവർത്തിക്കുന്നു എങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മുടെ നാശം കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കടന്നു വരും എന്ന് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ശമൂവേൽ എഴുതിയ 2 പുസ്തകം 12 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് രാജാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിലായിരിക്കുന്നതായ ജനം അതിൽ വിജയിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് തിന്മ പ്രവർത്തിക്കുകയും ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ദാവീദിന്റെ അരികിൽ വന്നിട്ട് പറയുന്നതായ പദം, നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല എന്നുള്ള വാക്കാണ്. നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും എന്ന പദമാണ്. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും എന്ന വാക്കാണ്. ദാവീദ് വാസ്തവത്തിൽ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ വ്യക്തമായ നിലയിൽ ദൈവശബ്ദം താൻ കേൾക്കുകയാണ്. നിന്റെ നാശം, നിന്റെ കുടുംബത്തിൻ്റെ നാശം നീ തന്നെ കാണുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നീ നടന്നു നീങ്ങുന്നു എന്നോർപ്പിക്കുകയാണ്. ദൂത് കേട്ട ദാവീദ് ആഴമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. എങ്കിലും ആ പ്രാർത്ഥന പ്രയോജനപ്രദമായി തീർന്നില്ല. 7-ാം ദിവസത്തിൽ കുഞ്ഞ് മരിച്ചുപോയി എന്നോർപ്പിക്കുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തി ദോഷകരമാകുന്നു എങ്കിൽ അത് നിമിത്തമുണ്ടാകുന്ന നാശം നാമും കൂടി കാണേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മ പ്രവർത്തികൾ ചെയ്ത്
നാശം സംഭവിക്കപ്പെടുകയും അത് കാണുകയും ചെയ്യുന്ന അനുഭവത്തിലല്ല, നന്മ പ്രവർത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന അനുഭവത്തിൽ നിലനിൽക്കാൻ കഴിയേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തി തിന്മ കൊണ്ട് ഞങ്ങൾക്ക് വരുന്ന നാശം ഞങ്ങൾ തന്നെ കാണുന്നൊരു പശ്ചാത്തലമല്ല. ദൈവത്തിൽ വീണ്ടും നിന്ന് നന്മ അനുഭവിപ്പാനും അത് കാണുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പകരണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.